അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയാണ്. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബി താക്കും സുഖം തന്നെ. ഇന്ന് സാബി താ പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് നിങ്ങൾ അറിയാം. ആദ്യം നിങ്ങളൊന്ന് കുറച്ച് കേൾപ്പിച്ചു തരാം ഞാൻ എന്നിട്ട് അത് അപ്പുറം എൻ്റെ ഇളയ മരുമോള് ഇങ്ങനെ മുഖം കെട്ടിയിട്ടുള്ളത് മൂത്ത മരുമോള്. അപ്പം അത് കുറേ നേരം കേൾപ്പിച്ചുകൂടാ. അത് പാട്ടാണ്. അത് ഷോർട്ടിലിടുമ്പോലെ ഞങ്ങൾക്ക് വലിയ വീഡിയോസിൽ പാട്ടങ്ങനെ ഇട്ടുകൂടാ, കോപ്പി റൈറ്റ് വരും. അതുകൊണ്ടാണ് ശകലം കാണിച്ചു തന്നത്, അല്ലാണ്ട് മടിച്ചിട്ടൊന്നല്ല. അതെന്ത് നല്ല മാന്യതയിൽ കൂടിയാണ് എൻ്റെ മരുമക്കളും ഞാനും അല്ലേ തുള്ളിക്കളിച്ചതല്ല. പാട്ടുപാടി പാട്ടുപാടിയൊന്നും മോശം എന്നല്ല പറയുന്നത്, മറ്റുള്ള പല രീതിയിലും കാട്ടിക്കൂട്ടിയതല്ല. ഞാൻ എൻ്റെ കുഞ്ഞും മക്കളെ ചെറിയ സമയത്തെ വളർത്തി കൊണ്ടുവന്ന പാട്ട് കേട്ടില്ലേ, നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ എന്നുള്ള അത് അതിന് യോജിച്ച പാട്ട് തന്നെയാണ് അത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് പോയി നിങ്ങൾ കണ്ടോളി. അപ്പം ഞാൻ എൻ്റെ മക്കളെ വളർത്തി കൊണ്ടുവന്നത് എൻ്റെ മക്കൾക്ക് നല്ല ജോലിയാക്കി കൊടുക്കണോ, എൻ്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, എൻ്റെ മരുമക്കളെ എനിക്ക് അങ്ങനെ സ്നേഹിക്കണം, എൻ്റെ മരുമക്കളോട് എനിക്ക് ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പല കാത്തിരുന്ന് കിട്ടിയതാണ് എൻ്റെ മരുമക്കൾ. അതും ചെറിയ പ്രായത്തിൽ. എൻ്റെ ഇളയ മോനിക്കും 26 വയസ്സ്, 25 കഴിഞ്ഞ് 26-ാം വയസ്സിലാണ് എൻ്റെ മോനെ കെട്ടിച്ചത്. അതും ഈ ജനുവരിയിലാണ്, ഈ കഴിഞ്ഞ ജനുവരിയിൽ. ഇപ്പം ഇന്ന് ജനുവരി ആയല്ല, കഴിഞ്ഞ ജനുവരിയിൽ ഒരു കൊല്ലം ആയിക്കൊള്ളൂ. മൂത്തോനെ കെട്ടിച്ചതും 26 വയസ്സിലാണ്, 30-35 വയസ്സിലൊന്നുമല്ല കേട്ടോ. അതും പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് അള്ളാഹു തആല എനിക്ക് മരുമക്കൾ എത്രയും പെട്ടെന്ന് തന്നത്. മനസ്സിലായില്ല? നമ്മളെ മനസ്സിൻ്റെ നന്മയാണ്. ഞങ്ങൾക്കൊരുപാട് സ്വത്തില്ല, ഞങ്ങൾക്കൊരുപാട് സാമ്പത്തികമൊന്നും ഞമ്മക്കില്ല. നമ്മൾക്ക് സ്വതവേ എല്ലാവരും ഉള്ളതുപോലെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നു, അത്രയും നമുക്കുള്ളൂ. എന്നിട്ടും ഞമ്മക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല 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 ഈ ഒരുപാട് വീടുകളിൽ നിന്ന് മരുമക്കളായിട്ടുള്ള പ്രശ്നവും ഗുരുമാലോ അങ്ങോട്ട് പറയലും ഇങ്ങോട്ട് പറയുള്ള പ്രശ്നങ്ങൾ തന്നെ. ആ ഇടയിൽ നിന്നാണ് അള്ളാഹു തആല എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്, ഞാൻ അവരെ കൂടെ നിൽക്കുന്നത്, അവരെ ഞാൻ മരുമക്കളെ ഫ്രണ്ട്സ് പോലെ കാണുന്ന പിന്നെ മരുമക്കളെ എനിക്ക് അള്ളാഹു തആല തന്നു. അപ്പം ഞാൻ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കാണുന്നോ, നിങ്ങൾ പറയുന്നത് സാബീത്ത തുള്ളിക്കളിച്ചത് കൊണ്ടാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ആരും പറഞ്ഞിട്ടില്ലേ, ഓലൊന്നും പറഞ്ഞൂടെ. നമ്മക്കിപ്പോൾ എല്ലാ സംഗതിയും പിടികിട്ടി, എല്ലാ സംഗതിയും. എൻ്റെ നാട്ടുകാർ ആരും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരൊന്നും പറഞ്ഞിട്ടില്ല. കുടുംബക്കാർ എല്ലാവരും ഞാൻ പെടുത്തുന്നില്ല. പിന്നെ നാട്ടുകാരൊന്നും ആരും പറഞ്ഞിട്ടില്ല സാബീത്ത തുള്ളുന്നത്, സാബീത്ത പായുന്നത്, സാബീത്ത നടക്കണം എന്നാരും പറഞ്ഞിട്ടില്ല. പിന്നെ ചില ഏടെയോ കുത്തിരിക്കുന്ന ബേളന്മാരുണ്ടാവുമല്ലോ, ഈ തള്ളച്ചൊക്കെ തുള്ളിയിട്ട് കാണാൻ സുഖം കിട്ടാത്ത. എന്നെ കണ്ടാ സുഖം കിട്ടൂല, നിങ്ങൾക്ക് ഇതൊരു മൊഞ്ചാനൊക്കെയാണ് തമാശ കേട്ടാ. അപ്പം പിന്നെ അങ്ങനെ എവിടെയോ കുത്തിരിക്കുന്ന ബേളന്മാർ, ഈ ഉസ്താദുമാർക്കെല്ലാം തിരികേറ്റി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഉസ്താദേ നിങ്ങൾ ഭയന്ന് പറ ഉസ്താദേ, നിങ്ങൾ പറഞ്ഞാൽ ഉസ്താദെ അടങ്ങുള്ളൂ. അതും ബാല്യക്കാഴ്ചകൾ കളിക്കുവാൻ അടങ്ങുവാൻ പറയുന്നില്ല, തള്ളച്ചിമാരോട് അടങ്ങുവാൻ പറ ഉസ്താദിൻ്റെ. പല ഉസ്താദുമാരും വിളിച്ചു പറയുന്നുണ്ട്. അത് ഉസ്താദ് കണ്ടിട്ടൊന്നല്ലേ, ഉസ്താദ്മാർ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല. ഉസ്താദ്മാർ അങ്ങനെ എല്ലാവരുടെ വീഡിയോസും ചർച്ച ചെയ്യാനും കാണുവാനും ഉസ്താദ്മാർ പോക്കില്ല. ഉസ്താദിൻ്റെ വാട്സപ്പിലേക്ക് പല ആൾക്കാരും ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഉസ്താദിനെ കൊണ്ട് കാണിപ്പിച്ചിട്ട് പല ഉസ്താദിൻ്റെ ഒരു ഇതും കൂടി പോക്കി കളന്നതാണ് ഇട്ട് കൊടുക്കുന്ന പോലെ സ്വഭാവം. ഉസ്താദ്മാരൊന്നും കാണുന്നില്ല, മനസ്സിലാക്കണം. അപ്പം അവർ വരെ ഇപ്പം എന്തെന്നാ തുള്ളിക്കളിക്കുന്നത്. അപ്പം ഇത് തുള്ളിക്കളിച്ചതാണോ? ഇത് എന്തോ ഇതാ ഫോട്ടോസ് നിങ്ങൾ കണ്ടോളൂ. ഇതാ എന്ത് നല്ല മാന്യതയിലുള്ളത് ഇല്ലേ. പൊത്തിപ്പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം എനക്ക് മുത്തം തരുന്നു, ഒലിക്ക് മുത്തം തരുന്നു. ഇതൊക്കെ സൗണ്ട് കുറച്ചിട്ട് കാണിച്ചിട്ട്, എന്നാൽ പാട്ട് വരുന്നേരം അടങ്ങാറാണ്. ഈ സ്നേഹങ്ങളൊക്കെ അതെൻ്റെ 2 ഇളയ മരുമക്കളും മൂത്തതാ. ഈ സ്നേഹം ഞങ്ങൾ അങ്ങനെ അഭിനയിക്കുന്നതല്ല. ഞങ്ങൾ സ്കൂളെ കണ്ടെത്തുന്ന അതെടുത്തത്. ഞാൻ അങ്ങനെ റീൽസ് അവരെ കെട്ടിപ്പിടിച്ചെടുക്കൂന്നും അവരും ചിന്തിച്ചിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ സ്കൂളെ കണ്ടത്ത് പോവും, എനിക്കിത്തിരി റീൽസ് എടുക്കുകയും പിന്നെ കുറച്ച് കുട്ടികളെല്ലാം കൂടി ഞങ്ങളവിടെ മുറ്റമൊന്നും സ്ഥലം കുറവല്ലേ,
കുട്ടികളെല്ലാം പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഓടി കളിച്ചോട്ടെ, സൈക്കിൾ ഓടിക്കാനൊക്കെ ഞങ്ങൾ പോകും. അപ്പം ഞാനിങ്ങനെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നേരം ഈ നാളുകളേറെ കാത്തിരുന്നെന്നുള്ളൊരു പാട്ട് കിട്ടി. ആ പാട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ പാട്ടിന് യോജിച്ചത് ഇതാണ്. അതൊക്കെ എൻ്റെ 2 മരുമക്കൾ സ്കൂൾ കാണത്തിലുണ്ട്. ആ പാട്ടിന് യോജിച്ച് ഇതാണെന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് നടന്ന സംഭവമാണ്. ഞാൻ എൻ്റെ 2 മരുമക്കളെയും കൂട്ടിച്ചേർത്തിട്ട് ചെയ്തത്. അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളെ മുന്നിൽ കാണിക്കാനോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെതായ റീൽസ് എടുക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ മരുമക്കളെല്ലാം കൂട്ടിയിട്ട് ഓലാടുന്ന് ഫോൺ കണ്ട് കളിക്കും, ഓലാടുന്ന് ഷട്ടിൽ ബേറ്റ് കളിക്കും, അങ്ങനെയെല്ലാം കളിക്കുന്നതാണ്. അപ്പോൾ ഇതിട്ടപ്പോൾ ഇതിന് താഴെ കമൻറ്റ് കാണാം. അതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ. മക്കളെ, നിങ്ങൾക്ക് ഇവരോട് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കോമാളിയാക്കണോ എന്ന്. ഇതെല്ലാം തന്നെ പല ഉസ്താദുമാരോടും കുത്തിക്കൊടുക്കുന്ന പല ആളും വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുന്നത് അല്ല ഉസ്താദുമാർ കണ്ടിട്ടൊന്നല്ല. ഇതെന്തെന്നാ കോമാളി. പിന്നെ ഇത് നല്ല അസൂയ ഉണ്ടാവും. ഇത് നസീറ അയ്യൂബ് എന്ന് പറയുന്ന ഒരാളായിട്ട് നസീറ അയ്യൂബ് എന്ന് പറയുന്ന ഒരാളായിട്ട് ഇവർക്ക് അസൂയ ഉണ്ടാവും. അവരെ മരുമക്കൾ അവരങ്ങനെ സ്നേഹിക്കുന്നില്ല, അവരെ മരുമക്കൾ അവർ ചേർത്ത് പിടിക്കുന്നില്ല. അവരെ മരുമക്കൾ എപ്പോഴും ഒരു ശത്രുതയെ കാണുന്ന ഒരാൾ അസൂയ കൊണ്ട് ഇട്ടതാണിത്. പക്ഷേ ഇത് കാണുന്ന മറ്റുള്ളവര് കണ്ടാ നസീറ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് കരുതിയിട്ടാണ് ഇവര് ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇത് ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തും തോന്നുന്നുണ്ടാ അബീത തുള്ളി കളിച്ചിക്ക, എൻ്റെ മരുമക്കൾ തുള്ളി കളിച്ചിക്ക, ഇല്ല ഞാനെന്താ ഉടുതുണി കഴിച്ചിട്ടിട്ടിട്ടുക്ക. മനസ്സിലാക്കണം നിങ്ങൾ. അവൻ്റെ നോക്കട്ടെ. ആ മോൾക്ക് ഉള്ള ലജ്ജ ഉമ്മാക്കുണ്ടായിപ്പോയല്ലോ. എന്ത് ലജ്ജ? എന്തെന്ന ലജ്ജ? ഇതിലെന്തോ ലജ്ജക്കേട് ഇതിലെന്തോ ഉണ്ടോ? ഇങ്ങനത്തെ കമൻറ്റ് കാണുന്ന നേരം നിങ്ങൾ വിചാരിക്കൂ ഇതെന്തല്ല എഴുതിയതെല്ലാം ഉള്ള തന്നെയാണ്. നിങ്ങൾക്ക് തലയും തളിച്ചോറില്ല ചിന്തിക്കുക. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ലത് പറഞ്ഞു തന്നാലും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ നല്ലത് ഒരാളടുത്ത് ഇപ്പോൾ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാഭാവികം മറ്റുള്ളത് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ നന്നാവണം, പറയുന്നവർ മര്യാദ ആയിരിക്കണം. പക്ഷെ എങ്കിലും നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ ഈ നല്ല കാര്യത്തിന് പോലും എതിരായി പറയുന്ന നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് കേൾക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എത്ര പേർ തലയും തളച്ചോറില്ല. എന്നാൽ എനക്കൊരു കണ്ടെല്ലാം വ്യൂസ് ആവും. അല്ലാണ്ട് നിങ്ങളോട് എത്ര പേർ തളച്ചോറില്ല നിങ്ങൾക്ക്. ഓക്കെ, അതിലെ വെച്ച് ഇന്നലെ നല്ല സൂപ്പറായിട്ട് ഇടുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവർക്കും പട്ടായി. തലയും തലച്ചോറില്ല. പല ആളും പല ഭാഗത്തും കുത്തിനിട്ട് എന്താ പറയേണ്ടത് മക്കളെ? ഏടെ കുത്തിട്ട് ചളിയിലോ തീട്ടത്തിലോ എവിടെയോ പോയി കുത്തിനിട്ടെല്ലാം പല കമൻറ്റ് നെയ്റ്റിങ്ങളായിട്ട് മര്യാദയുള്ള ആരും ഇടൂല. ഇത് എന്തൊക്കാ റബ്ബിൻ്റെ ഓർമ്മ വേണം, തുള്ളിച്ചാടല്ലേ. ഇത് തുള്ളിച്ചാടിക്കയില് എടുക്കാ. ഇതാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് കമൻറ്റ് അതിൽ മോശമായിട്ട് നല്ല ഉമ്മാക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അതും പറയുന്നുണ്ട്. ഒരുപാട് നല്ലതുണ്ട്. അഭിനയിക്കാൻ അറിയില്ല. അഭിനയിക്കാൻ ആർക്കും അറിയില്ല കേട്ടാ. ഞാൻ അഭിനയിക്കുന്നതല്ല. ഞാൻ ഒറിജിനൽ തന്നെയാണിത്. എൻ്റെ മരുമക്കൾ എന്നോടും അന്നെ പിടിച്ചിട്ട് മുത്തം തരുവേനോ ഇതൊന്നും ഞാൻ പടച്ചവനാണ് സത്യം. ഞാൻ ഒരു പ്ലാനും ഞാൻ ഇട്ടിക്കില്ല. നിങ്ങളോട് കളവ് അറിയാം. പക്ഷെ കേൾക്കുന്നവനൊരുത്തനുണ്ടല്ലോ, അള്ളാഹിനെ മറച്ചു വെക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ കൂടെയാണ്, അള്ളാഹുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഇതൊന്നും എൻ്റെ മരുമക്കൾ എന്നോട് സ്നേഹം കൊണ്ട് അവർ ആ സന്ദർഭത്തിൽ ചെയ്തതാണ്. രണ്ടുഭാഗം മുത്തം കൊടുക്കലും ബുദ്ധിപ്പിടിക്കലും. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇത് കുഴപ്പമില്ല എന്ന് വേറെ ആരോ പറഞ്ഞിട്ട് അതിൻ്റെ തുള്ളി കളിക്കുന്നൊരു കുഴപ്പം. അതിന് പറഞ്ഞെന്താണ് സാരില്ലാക്കൾ ഇതെന്ത് ഇതിന് മരണം വരെ ഇതുപോലെ നമ്മളെ ഷാഫി കോട്ടക്കുഴി നമ്മളെ ലൈവിൽ ചെയ്യുന്ന ഷാഫില്ല അതാണ്. മരണം വരെ ഇതുപോലെ സ്നേഹത്തിൽ സന്തോഷം ജീവിക്കാൻ കഴിയട്ടെ പാത്തുപോയെന്നാണ് വരുന്നത്. അത് ഷാഫി ഭയങ്കര തമാശക്കാരൻ കേട്ടോ. ലൈവിലെല്ലാം വന്നാൽ ആരെന്ത് പറഞ്ഞാലും ഷാഫി പിന്നെ മോശമായിട്ട് പറയില്ല. ഓനിക്ക് ഓൻ്റെതായ ഒരു മനസ്സുണ്ട്. അതേപോലെ കമൻ്റ് ഇടുക. പുതിയ ആൾക്കാരാണോ? 2 മരുമക്കളാണ് കുറച്ചോ മരണം വരെ അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതിൽ ചില ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായവർക്ക് ഇൻഷാ അല്ലാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾ ഒരാളും ഒരു മനുഷ്യരും വിലയിരുത്തണ്ട. ഈ കമൻ്റ് ഇടുന്ന അങ്ങനെ ഹലാലല്ലേ ഹറാമല്ലേ വെണ്ണേ നാണമില്ലേ മാനമില്ലേ നാട്ടുകാരെന്ന് ചോദിക്കുന്നവർ അവരെ പറ്റിയിട്ട് അവരെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അവരവരെ കുടുംബത്തിൽ എങ്ങനെയാണ്, നാട്ടിൽ എങ്ങനെയാണ്, അവരെ മാന്യത എന്താണ്, മര്യാദ എന്താണെന്ന് അവരെ പറ്റി അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണ് നമ്മളോട് പറയുകയും നമ്മളെ പഠിപ്പിക്കുകയും കമൻറ്റിൽ വന്ന് വലിയ ആളാകുകയും ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ. ഇതെല്ലാം കുറേ ദിവസം ലിങ്ക് എടുത്ത് വെച്ചിട്ട് പറയുന്ന ഓരോരോ
തിരക്കിലായി പോയതാണ്. ഓക്കെ മക്കളെ, അല്ലാഹുത്താല നിങ്ങൾക്കും എനിക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്ത് തരട്ടെ. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ. ഓക്കെ മക്കളെ, ബൈ.